ഗായ്സ്, ഇന്ന് December 31. എന്തിനുള്ള മുഖങ്ങൾ ഗൗരവം പിടിച്ചിട്ട് അമ്പലപ്പടയ്ക്കും. നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാട്ടോ. അപ്പം ഞാനിതാ എൻ്റെ വീട്ടിലാണ്. അപ്പം ഞങ്ങളിത് അമ്പലത്തിൽ പോയി തൊഴാൻ പോവാം. പിന്നെ കുറച്ച് കഴിഞ്ഞ ഏട്ടൻ വരും ഞങ്ങളെ വിളിക്കാന്. അപ്പൊ ഞങ്ങൾ വേഗം അമ്പലത്തിൽ പോട്ടെ. വാ ജാനിക്കുട്ടി, വായോ വാ. വൈബ്സ് കൊടുത്തോ. ഞാന് 2 ദിവസമായി നമ്മുടെ റോഡിൽ വഴിയൊക്കെ നല്ല അടിപൊളിയാക്കി. വാ, ഗേറ്റ് അടച്ചോ? ആ ആ, വാ വാ വാ, വേഗം വാ, ലെറ്റ്സ് ഗോ. ഞാവൽപ്പഴത്തിന്റെ മരം കൊമ്പ് കൊടിഞ്ഞു വീണ്. ഇപ്പൊ ഇപ്രാവശ്യം ഞാവൽപ്പഴം ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. ജാനിക്കുട്ടി, ചെരുപ്പ് കൂടെ ഊരിട്ടോ. ആ സൈഡിൽ ഊരിട്ടോ ചെരുപ്പ്. ഈ സൈഡിൽ ഊരിട്ടോ ചെരുപ്പ്. വായു വേഗം പടയ്ക്കും. അകത്ത് കയറ് ബേബി, കയറ്. ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുതു. നട അടച്ചോട്ടാ. ഇനി വൈകിട്ടേ തുറക്കുള്ളൂ. ആ ചെരുപ്പിട്ടോ. ഏട്ട പായസം മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്പലം അടച്ചു. ഞങ്ങളിനി കോട്ടറമ്പ് അമ്പലത്തേക്ക് പോവാ. ഇവിടെ അടുത്തുനിന്ന് കോട്ടറമ്പ് അമ്പലം. തൊട്ടോ? വാ വാ. അത് അടച്ചിട്ടിരിക്കും തോന്നുന്നു. എന്തൊക്കെ പണി നടക്കുന്നുണ്ട്. വാ വാ. അകത്തേക്ക് കയറി. ആ കുറി അകത്തുനിന്ന് തരും. കോയിൻസാ കഴിഞ്ഞില്ല. എല്ലാ കോയിൻസും അവിടെ ഇട്ടുണ്ട്. ഈ കല്ലുമ്മക്കൂടെ നടന്നു നോക്കി നോക്ക്. കാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ചിത്രരത്നം വിചിത്രാംഗം ചിത്രമാല വിഭൂഷിതം കാമരൂപതരം ദേഹം വന്ദേ. ഇങ്ങനെ ആക്ക്. വാ നടക്ക്. കോയിൻസ് ബാഗ് ഇട്. പോവാ, വീട്ടിലേക്ക് പോവാം.
അങ്ങനെ ഞങ്ങൾ 2 അമ്പലത്തിലും തൊഴുതു. അമ്പലം അടയ്ക്കാറായോണ സമയത്താണ് ഞങ്ങൾ പോണത്. അത് കാരണം അധികം നേരം തൊഴാനൊന്നും പറ്റിയില്ല. എന്തായാലും ഇനി ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഏട്ടൻ ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വിളിക്കാൻ. ആ ഓടിക്കോ എൻ്റെ അമ്മേ, ഇതേ ഓടുന്നു. അപ്പം ഇനി വീട്ടിൽ നിന്ന് കാണാം. ഈ കുന്നത്തുനിന്ന് മണ്ണ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഏത് നേരം ടോറസും ലോറിയൊക്കെ വന്നുകൊണ്ടിരിക്കും. ഇപ്പം വരുന്നില്ല ഭാഗ്യം. ജാമ്പിക്കുട്ട പെട്ടെന്ന് ബസ് കണ്ടപ്പോൾ ടോറസാന്ന് വിചാരിച്ചു. കയറി ഓട് റൺ. നിങ്ങൾ വിചാരിച്ചിട്ടില്ല ഈ മുതൽ അവിടെ പോയിന്ന്. ഈ മുതൽ ഹൈദിനി കണ്ടിട്ട് ഇവിടെ ഇരിക്കണ്ടായിരുന്നു. കറണ്ട് പോയാ? ഒരെണ്ണം കൊടുക്കടാ. ശുഭം. അപ്പം ഞാൻ എന്താ ഡ്രസ്സൊക്കെ മാറിയിട്ടിരിക്കുകയാണ്. അപ്പം വരും കുന്നങ്ങളെത്തിൻ്റെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അച്ഛൻ്റെ അടുത്തേക്ക് ഒന്നുമില്ല. ഇതൊക്കെ മറ്റേ ന്യൂ ഇയറിന് വേണ്ടിയിട്ട് 1 kg അല്ലേ? യെസ്. അമ്മയാ അവളിക്കും കരഞ്ഞു. സാരല്ല അല്ലേ? അങ്ങോട്ട് പോയ ഷൂവിന്റെ അടിയിൽ കരിയോ? അതാ അമ്മ ചെയ്തറിയും. കാലുമ്മ കരിയാക്കി. നമുക്ക് റോട്ടിക്ക് പോവാ. നടക്ക്. ജാനിക്കുട്ടി ഇത് അച്ഛനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. എറിയേ. യെസ്. ഇത് അമ്മ അവിടെ ഇരിക്കണ്. അമ്മയ്ക്ക് ഇന്ന് കരി കോരിക്കാനുണ്ട്. നാളെ ന്യൂ ഇയർ അല്ല. അപ്പോൾ ചാർക്കോളിന് വേണ്ടിയിട്ട് ആൾക്കാർ വരും. അപ്പോൾ 1 കിലോൻ്റെ പാക്കറ്റ് കുറേ ആക്കി വെക്കാണ്ട്. ഗായ്സ് ഇതാ ഏട്ടൻ വരുത്ത്. പൊന്നിലെച്ചോ അച്ഛൻ വന്ന്. ഞാനെന്താ ഇവിടെ നിൽക്കുന്നത്? ഞാൻ പുറത്തല്ല, ഞാൻ വീണ്ടും ഉള്ളിലാണ്. ഫോൺ പിടിച്ചോണ്ടിരിക്കുക. തുടങ്ങിയവളുടെ വീഡിയോ എടുക്കലും കൊണ്ട് കേൾക്കാം. അതാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇവിടുന്ന് പോണോണ്ട് കുഴപ്പമില്ല. 2 ദിവസം കൂടുമ്പോ 500 രൂപ വേണം. Happy New Year.
2 years. 2 months. 2 months. 2 months vacation. 2 months vacation. ഞങ്ങള് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടാൻ വേണ്ടി പോവാണ്. ഇതെല്ലാ വീഡിയോയിലും നീ ഇത് പറഞ്ഞോണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഡേ ഓഫ് 2025 എന്നല്ലേ? അവസാനത്തെയോ ഗൈസ്, അങ്ങനെ ഞങ്ങള് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. 4 മണി ടു 3 മണിക്ക് ജാമ്പി ഉറങ്ങി. ഉറങ്ങിയോ? അപ്പൊ ഇങ്ങനെ ചില സമയമുണ്ട്. ഗൈസ്, ഇതാണ് സ്പോട്ട്. ബേബി ഇത് ഓപ്പൺ ആയിട്ടില്ല. 4 മണിക്ക് ഓപ്പൺ ആവാം. 4 മണി കഴിഞ്ഞിട്ട് അരമണിക്കൂർ. ഇവിടെ ആളുണ്ട്. ഇവിടെ നിന്ന് കഴിച്ചാൽ മതി. ഇത് പടിഞ്ഞാറങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഒരു ടർഫിനകത്താണ് ഈ ഒരു സ്വിമ്മിംഗ് പൂൾ ഉള്ളത്. ഇവിടെ ട്രെയിനറൊന്നുമില്ല. നമ്മുടെ ഓൺ റിസ്കിൽ വേണം പിള്ളേരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പിള്ളേർ കളിക്കുന്ന ഭാഗത്ത് അധികം ആഴമില്ല, പക്ഷെ കുറച്ചാണ് നീങ്ങി കഴിഞ്ഞാൽ നല്ല ആഴുണ്ട് കേട്ടോ. ലച്ചുമ്പത് കുറച്ച് ഈ നീന്താൻ പഠിച്ചു. വെക്കേഷൻ ഇവിടെ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട്. അങ്ങനെ പിള്ളേരെ വിടണം. ലച്ചു നീന്തണോക്ക്. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചങ്ങനകുളത്തേക്ക് പോയി. അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്ക് ചായ കുടിക്കാൻ വേണ്ടി. സ്മോൾ കഫേ. അനിയനെടുത്ത് ഹായ് മാർക്ക് മാർക്ക് ഓപ്പൺ ആക്ക്. കഴിച്ചോക്ക് കഴിച്ചോക്ക്. ഇന്നലെ ചീസ് ഇടുവന്നായിരുന്നു. ലച്ചിന് ഇഷ്ടമല്ലല്ലോ. എങ്ങനെയുണ്ട് കിട്ടോ? എങ്ങനെയുണ്ട്? പോരാ. ചായ കട്ടികളല്ലേ? എങ്ങനെയുണ്ടല്ലോ? സോ ഇതൊക്കെയായിരുന്നു അന്നത്തെ കുഞ്ഞു പരിപാടികൾ. പിന്നെ ന്യൂ ഇയറിൻ്റെ സമയത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. വേഗം കിടന്നുറങ്ങി. പിറ്റേ ദിവസം നമുക്കൊരു ട്രിപ്പ് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് കാണാം. ബൈ, സീ യു.